കേന്ദ്ര സർക്കാരിനുള്ള ഒരു ഷെഡ്യൂൾ എ മിനിരത്ന കമ്പനിയായ ഹിന്ദുസ്ഥാൻ കോപ്പറിലെ എക്സിക്യൂട്ടീവുമാരുടെ 70 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. സ്ഥിരം ഒഴിവുകളാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവരുടെ വെബ്സൈറ്റ് www.hindusthancopper.com എന്ന സൈറ്റ് ലഭ്യമാണ്. വേക്കൻസികൾ ഡീറ്റെയിൽസ് വേണം. മൈനിങ് 12, ജിയോളജി 5, എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് 3, ഫയർ ആൻഡ് സേഫ്റ്റി 3, കോൺസെൻട്രേറ്റർ മിനറൽ പ്രോസസിംഗ് 3, ഇലക്ട്രിക്കൽ 9, ഇൻസ്ട്രുമെൻറ്റേഷൻ 3, മെക്കാനിക്കൽ 8, സിവിൽ 3, സിസ്റ്റംസ് 1, മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസ് 3, ഫൈനാൻസ് 7, കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ 1, മെറ്റീരിയൽസ് 4, അങ്ങനെ 70 ഒഴിവുകളാണുള്ളത്. ഇതിലേക്ക് താല്പര്യമുള്ള ഓൺലൈനായിട്ട് ജൂൺ 5 മുതൽ ജൂൺ 25 വരെ അപേക്ഷിക്കാൻ കഴിയും. ഡീറ്റെയിൽസ് ക്വാളിഫിക്കേഷൻസ് പറയുന്നത് മൈനിങ് വിഭാഗത്തിൽ ബിടെക് മൈനിങ് എഞ്ചിനീയറിംഗ്, അതോടൊപ്പം ഫസ്റ്റ് ക്ലാസ് മൈൻ മാസ്റ്റേഴ്സ് മൈൻ മാനേജർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പ്രിഫറൻസ് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജിയോളജി വിഭാഗത്തിലേക്ക് ജിയോളജിയിലോ അപ്ലൈഡ് ജിയോളജിയിലോ PG ബിരുദമാണ് പറഞ്ഞിട്ടുള്ളത്. എൻവയോൺമെൻറ്റ് മാനേജർക്ക് ബിടെക് എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബിടെക്കും PG ഡിപ്ലോമ ഇൻ എൻവയോൺമെൻറ്റ് സയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗത്തിൽ ബിടെക് ഫയർ ആൻഡ് സേഫ്റ്റി കഴിഞ്ഞവർക്കും അല്ലെങ്കിൽ ബിടെക് ബിരുദവും PG ഡിപ്ലോമ ഫയർ ആൻഡ് സേഫ്റ്റി ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. കോൺസെൻട്രേറ്റർ പോസ്റ്റിലേക്ക് ബിടെക് മൈനിങ് എഞ്ചിനീയറിംഗോ മെറ്റലിക് എഞ്ചിനീയറിംഗോ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇലക്ട്രിക്കൽ വിഭാഗം ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഇൻസ്ട്രുമെൻറ്റേഷൻ അതിലേക്ക് ബിടെക് ബിരുദമാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇൻസ്ട്രുമെൻറ്റേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ കഴിയും. മെക്കാനിക്കൽ ബിടെക് മെക്കാനിക്കൽ, സിവിൽ ബിടെക് സിവിൽ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ കഴിയും. സിസ്റ്റംസ് വിഭാഗത്തിലേക്ക് ബിടെക് കമ്പ്യൂട്ടർ സയൻസ്, ബിടെക് IT അല്ലെങ്കിൽ MCA ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസിലേക്ക് MBBS പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയും ഉണ്ടായിരിക്കണം. ബാക്കി ഫൈനാൻസ് വിഭാഗത്തിലേക്ക് CA കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ബാച്ചിലേഴ്സ് ആർട്സ് കൊമേഴ്സ് സയൻസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അതോടൊപ്പം PG ഡിപ്ലോമ പബ്ലിക് റിലേഷൻസ് ജേർണലിസം ഒക്കെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. മെറ്റീരിയൽസ് കൺട്രോൾ വിഭാഗത്തിലേക്കാണെങ്കിലും ഇത് പറഞ്ഞ ക്വാളിഫിക്കേഷനൊപ്പം മെറ്റീരിയൽസ് മാനേജ്മെൻറ്റിലുള്ള അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് PG ഡിപ്ലോമ കൂടി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അല്ലെങ്കിൽ MBA മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. 3 ഗ്രേഡാണ്. E2 ഡെപ്യൂട്ടി മാനേജർ E2, മാനേജർ E3, സീനിയർ മാനേജർ E4 എന്നീ 3 ഗ്രേഡിലാണ്. അതിലേക്ക് 40 വയസ്സിലുള്ളവർക്ക് ഡെപ്യൂട്ടി മാനേജർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. മാനേജർ പോസ്റ്റിലേക്ക് 42 വയസ്സും അതേപോലെ സീനിയർ മാനേജർ പോസ്റ്റിലേക്ക് 47 വയസ്സാണ് ഉയർന്ന പ്രായപരിധി. മിനിമം എക്സ്പീരിയൻസ് ഡെപ്യൂട്ടി മാനേജർ പോസ്റ്റിലേക്ക് 3 വർഷവും മാനേജർ പോസ്റ്റിലേക്ക് 6 വർഷവും സീനിയർ മാനേജർ പോസ്റ്റിലേക്ക് 9 വർഷമാണ് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുള്ളത്. തിരഞ്ഞെടുക്കപ്പെടുന്നവരെ 3 വർഷം കമ്പനിയെ സർവേ എന്ന ബോണ്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ബ്രേക്ക് ചെയ്ത് നമ്മൾ 3 ലക്ഷം രൂപ റിട്ടേൺ ചെയ്യേണ്ടി വരും. സെലക്ഷൻ പേഴ്സണൽ ഇൻ്റർവ്യൂ ആയിരിക്കും സെലക്ഷൻ. ആപ്ലിക്കേഷൻ ഫീസ് 500 രൂപയുണ്ട്. SC കാരുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും ഫീസില്ല. ബാക്കി എല്ലാവരും 500 രൂപ ഓൺലൈനായിട്ട് ഫീസ് നൽകണം. ഡെപ്യൂട്ടി മാനേജർ പോസ്റ്റിലേക്ക് മിനിമം 93,400 രൂപയും മാനേജർ പോസ്റ്റിലേക്ക് 1,12,000 രൂപയും സീനിയർ മാനേജർ പോസ്റ്റിലേക്ക് 1,36,000 രൂപയും മിനിമം സാലറി ലഭിക്കുന്നതായിരിക്കും. താല്പര്യമുള്ളതിലേക്ക് ജൂൺ 25 മുമ്പ് അപേക്ഷിക്കാനുള്ള ലിങ്കും നോട്ടിഫിക്കേഷൻ ലിങ്കും കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. താങ്ക് യു.